കോഴിക്കോട് നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന്റെ പരിഹാരമായി നിർദ്ദേശിച്ച പാർക്കിംഗ് പ്ലാസ കടലാസിൽ തന്നെ 2019 ടെൻഡർ ക്ഷണിച്ചെങ്കിലും 6 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിലാണ് കിഡ്സാൺ കോർണറിലെ 22.7 സെന്റ് സ്ഥലത്ത് ആധുനിക സൗകര്യത്തോടെ പാർക്കിംഗ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 30 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണമെന്നായിരുന്നു പ്രഖ്യാപനം. കിഡ്സാൺ കോർണറിലെ കച്ചവടക്കാരെ ഒഴിപ്പിച്ച് സത്രം കെട്ടിടം പൊളിച്ചാണ് സ്ഥലം കണ്ടെത്തിയത്. എന്നാൽ വർഷം 6 കഴിഞ്ഞിട്ടും പണി തുടങ്ങിയിട്ട് പോലുമില്ല. അതിൻ്റെ പ്രാഥമിക നടപടികൾ ഒന്ന് തറക്കല്ലിടാൻ പോലും കോഴിക്കോട് കോർപ്പറേഷൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, അവിടുത്തെ തൊഴിലാളികളെ, അവിടെ കച്ചവടം നടത്തിയുള്ള ആളുകളെ ഒഴിപ്പിച്ച് ഏകദേശം 12-13 കച്ചവടക്കാർ പെരുവയിലാണ്. അവരോട് പറഞ്ഞിട്ടുള്ളത് 1.5 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ പുനരധിവസിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അവരെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 30 കോടി രൂപ അന്ന് PPP മോഡലാണെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 40 കോടി രൂപയെങ്കിലും ആവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വർഷങ്ങൾ കഴിയുന്തോറും അത് ജനങ്ങളുടെ നികുതി പണത്തെ ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഇത് കോഴിക്കോട് കോർപ്പറേഷൻ കൃത്യമായ കെടുകാര്യസ്ഥതയാണ്. സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാനുള്ള സാങ്കേതിക പ്രശ്നമെന്നാണ് നഗരസഭ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ സ്വകാര്യ കമ്പനിക്കാണ് കരാർ നൽകിയതെന്നും പ്രതിപക്ഷം പറയുന്നു. ടെൻഡർ സമയത്തു തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഭരണസമിതി കരാർ നൽകിയതിനു പിന്നിൽ അഴിമതിയാണെന്ന വിമർശനവും ശക്തമാണ്. മാനാഞ്ചിറ, പാളയം, മിഠായി തെരുവ് തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിലെ പാർക്കിംഗ് പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ നഗരസഭ സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റാനും നിർമ്മാണം തുടങ്ങാനും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.